ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രേക്ഷിത ദൗത്യത്തിന് തുടക്കം കുറിച്ച പരിശുദ്ധ അമ്മേ മാതാവേ, നല്ല പ്രേക്ഷിതരാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനം ശ്രവിക്കുവാൻ ലിദിയായുടെ ഹൃദയം തുറന്നതുപോലെ വചനം ധ്യാനിക്കുവാൻ, വചനത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ഒക്ടോബർ മാസം 2 സവിശേഷതകളാണുള്ളത്. 1 ജപമാല മാസം, 2 പ്രേക്ഷിത മാസം. അതുകൊണ്ട് തന്നെ പുണ്യങ്ങളാൽ അലങ്കൃതമാണ് ഈ മാസം. മാത്രമല്ല, ഒക്ടോബർ 18 പ്രേക്ഷിത ദിനമായി ആചരിക്കുന്നു. അതിനാൽ നമുക്കിന്ന് പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 3:13 തനിക്കിഷ്ടമുള്ളവരെ തന്റെ അരികിലേക്ക് വിളിച്ചു, തന്റെ കൂടെ ആയിരിക്കുവാനും പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും അധികാരം നൽകപ്പെട്ടു. തനിക്കിഷ്ടമുള്ളവരെ തന്റെ അരികിലേക്ക് വിളിച്ചു എന്നാ പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തില് ശിമിയോനെയും അന്ത്രയോസിനെയും വിളിക്കുന്ന നാം കാണുന്നുണ്ട്. നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ആ തൽക്ഷണം അവര് വഞ്ചി ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചു. വീണ്ടും യോഹന്നാനെ യാക്കോബിനെ വിളിക്കുന്ന നമ്മൾ കാണുന്നു. പിതാവിനോട് കൂടിയായിരുന്ന അവർ വല ഉപേക്ഷിച്ച്, പിതാവിനെ ഉപേക്ഷിച്ച് തൽക്ഷണം ഈശോയെ അനുഗമിച്ചു. എല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. തൽക്ഷണം എന്ന് പറയുമ്പോൾ ആ വിളിക്കുന്ന ആളോടുള്ള വിശ്വാസത്തെ പ്രതിയാണ്. വിളിക്കുന്ന ആളോടുള്ള അത്ര വലിയ ആഴമായ വിശ്വാസം അവരിലുണ്ടായി. വിളിക്കുന്നവൻ വിശ്വസ്തനാണെന്ന് തിരിച്ചറിയണം നമ്മള്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:29-30 ഇങ്ങനെ പറയുന്നു: ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മക്കളെയോ മാതാപിതാക്കളെയോ ഉപേക്ഷിക്കുന്നവർക്ക് ഈ ലോകത്തില് അനേക മടങ്ങ് ലഭിക്കും, വരുവാനിരിക്കുന്ന ലോകത്ത് നിത്യജീവനം ലഭിക്കുമെന്ന്. ഹല്ലേലൂയ. വലിയൊരു വാഗ്ദാനമാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. ഈശോയുടെ നാമത്തെ പ്രതി ദൈവരാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യം കർത്താവ് വ്യക്തമാക്കുകയാണ്. ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിനും വലിയ പ്രതിഫലമാണ് നമുക്ക് വെച്ച് നീട്ടുന്നത്. അത് സ്വന്തമാക്കുവാനായിട്ടുള്ള വിളിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. യേശയുടെ പുസ്തകത്തില് 52:7 നാം കാണുന്നു: സൽവാർത്ത അറിയിക്കുകയും സമാധാന വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം അറിയിക്കുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരം. ഹല്ലേലൂയ. ആ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ദൈവം എത്രമാത്രം അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ കർത്താവ് വിളിച്ചാൽ അവന്റെ ജീവിതം പിന്നെ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞതായിരിക്കും. സദ്വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂക്കായുടെ സുവിശേഷം 2:10 നാം കാണുന്നു: ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സൽവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താണ് സൽവാർത്ത? ഈശോ ഈ ഭൂമിയിലേക്ക് വന്നു പാവിയെ തേടി പാവിയെ രക്ഷിക്കുവാനായിട്ട്. അതാണ് സൽവാർത്ത. അത് നമ്മൾ അറിയിക്കണം. അത് അറിയാതെ പോകുന്ന എത്രയോ മക്കൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. യേശു ഏക രക്ഷകനാണെന്ന് വിശ്വസിക്കാത്തവർ എത്ര പേരുണ്ട്. ഈശോ പറയുന്നുണ്ട് മാർക്കോസിന്റെ സുവിശേഷം 16:15 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ലോകം എങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഹല്ലേലൂയ. ഇത് തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനം 1:18 നാം കാണുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ലോകം മുഴുവൻ സാക്ഷികളായി മാറുമെന്ന്. യേശുവിനെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനത്തെയും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. യേശുവിനെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തികളെയും നമ്മൾ ഉദ്ഘോഷിക്കണം. അതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. ഈശോയെ അനുഭവിച്ചറിഞ്ഞവർക്ക് അത് പങ്കുവയ്ക്കാൻ എളുപ്പമാണ്. യോഹന്നാന്റെ സുവിശേഷം 15:16 കാണുന്നു: ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങളുടെ ഫലം സൂക്ഷിച്ചു വെക്കുന്നതിനും ഫലം പോയി പുറപ്പെടുവിക്കുന്നതിനുമാണ് തെരഞ്ഞെടുത്തത്. നമ്മളെ ഒരാള് ഈശോ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള യോഗ്യതയും ദൈവം തന്നെ തരും. എല്ലാവിധ പുണ്യങ്ങളാലും നമ്മളെ നിറയ്ക്കും. എന്ത് ശുശ്രൂഷയ്ക്കാണോ നമ്മളെ അയക്കുന്ന അതിനുള്ള വരം നമുക്ക് നൽകും. അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണമെന്നാണ് പറയുന്നത്. നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ദൈവം തെരഞ്ഞെടുത്ത ഒരാൾക്ക് അതിന്റേതായ ഒരുക്കവും പ്രാർത്ഥനയും ചൈതന്യവും ഒക്കെ ഉണ്ടാവും.
അവരിലുള്ള ആ നിക്ഷേപം, ആ ഫലങ്ങൾ പോയി പുറപ്പെടുവിക്കണം. ആരോടാണ് നമ്മൾ പറയേണ്ടത്? ദുഃഖിതരോടും പീഡിതരോടും രോഗികളോടും പാപികളോടും വേദനയിലും തകർച്ചയിലും നിരാശയിലും ഇരിക്കുന്ന എല്ലാ മക്കളോടും ഈ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ പോകണം. ദൈവത്തെ പറഞ്ഞു കൊടുക്കണം. അവർക്ക് വിശ്വാസം ഉണ്ടാകണം. ദൈവം ആരാണെന്നുള്ള അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ സങ്കടം മാറും, നിരാശ മാറും, പാപത്തിൽ നിന്ന് അവർ മോചനം തേടും. ഹല്ലേലൂയ. ഈ ഒരു ദൗത്യമാണ് ഈശോ നമ്മളെ ഇന്ന് ഏൽപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 9:38 നാം കാണുന്നു, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. ഈ വചനം വെറും ഒരു പ്രാർത്ഥനയല്ല, ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കാനുള്ള ഒരു വിളിയും കൂടിയാണ്. ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കാൻ സ്വയം സമർപ്പിക്കേണ്ട ഒരു വചനമാണിത്. ഈ വചനം നമ്മൾ ഒത്തിരി അധികം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തിയും വേണം. പ്രേക്ഷിത പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യം പ്രാർത്ഥനയാണ്. എന്നാൽ പ്രവൃത്തിയില്ലാതെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, പ്രാർത്ഥനയില്ലാതെ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകേണ്ട ഒരു മേഖല തന്നെയാണ്. കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചൊരുങ്ങുന്നവർക്ക് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള അഭിഷേകവും ലഭിക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, സുവിശേഷത്തിന്റെ പ്രകാശത്തിലേക്ക് നാം എത്തിച്ചേരണം. സുവിശേഷത്തിന്റെ പ്രകാശത്തിലേക്ക് നാം എത്തിച്ചേരണമെന്ന് മാർപ്പാപ്പ പറയുമ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷത്തിന്റെ പ്രകാശം എന്താണ്? അത് ഈശോയാകുന്നു. ഈശോ ആകുന്ന സുവിശേഷം, ഈശോ ആകുന്ന പ്രകാശം ലോകത്തിലേക്ക് കാണിച്ചു കൊടുക്കണം നമ്മള്. ഈശോ ആകുന്ന പ്രകാശം ലോകത്തിലേക്ക് വന്നു, എങ്കിലും അന്ധകാരത്തിലാണ് മനുഷ്യർ അധികവും കഴിയുന്നത്. അവരെ രക്ഷിക്കാനായിട്ട് നമുക്കൊരു വിളി ലഭിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവർ സുവിശേഷം ആകണം, അതിലൂടെ സുവിശേഷം വേകണം. ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ മാമോദീസയിൽ തന്നെ അതിനുള്ള ഒരു കൃപയുണ്ട്. പ്രേക്ഷിതരാകാനുള്ള ഒരു വിളി അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തില് നാം കാണുന്നു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ അയച്ചാലും. അവിടുന്ന് അരുളി ചെയ്തു, പോകുക, ഈ ജനത്തോട് പറയുക. യേശയ്യെ കർത്താവ് അയക്കുന്ന രീതി യേശയ്യയുടെ അനുവാദം ചോദിച്ചിട്ടാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈശോ ഒരിക്കലെ എന്റെ അനുവാദം ചോദിക്കാതെ എന്റെ ഭവനത്തിലേക്ക് വന്നിട്ട് എന്നെ സ്വന്തമാക്കിയ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 96 ഒക്ടോബർ 27 ഞാൻ നവീകരണത്തിലേക്ക് വരുന്നത്. ഈ ഒക്ടോബർ ആവുമ്പോൾ 24 വർഷം തികയുന്നു. കുളത്തുവെയിലുള്ള ബഹുമാനപ്പെട്ട CJ വർക്കിയച്ഛനും ടീമും അന്ന് ധ്യാനിപ്പിക്കുവാൻ ഡൽഹിയിൽ വന്നിരുന്നു. ആ ടീമിലൂടെ വലിയ അത്ഭുതമാണ് കർത്താവ് പ്രവർത്തിച്ചത് എന്റെ ജീവിതത്തില്. ആ ടീമില് ബ്രദർ ബെന്നി ഇന്നത്ര ഉണ്ടായിരുന്നു, സിസ്റ്റർ എൽസീസ് ഉണ്ടായിരുന്നു. ഞാൻ വയ്യാതെ വീട്ടിൽ കിടക്കുന്ന ഒരവസരത്താണ് ഈ ധ്യാനം നടക്കുന്നത്. 2 ദിവസം ധ്യാനത്തിലേക്ക് പോകാനേ സാധിച്ചില്ല. 3-ാം ദിവസം അതിരാവിലെ കർത്താവ് എന്നെ അത്ഭുതകരമായി എഴുന്നേൽപ്പിച്ചത്. അന്ന് തന്നെ അവിടെ പോവുകയും ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. 4 മണിയായപ്പോൾ ആരാധന നടന്നു. ആരാധനയുടെ സമയത്ത് വലിയൊരു സത്യം തിരിച്ചറിയാൻ സാധിച്ചു. അച്ഛൻ പറയുകയാണ്, 10,000 സംബന്ധിക്കുന്ന ധ്യാനമായിരുന്നു. അച്ഛൻ പറയുകയാണ്, എല്ലാവരെയും കർത്താവ് സ്പർശിക്കുന്നു, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ പേര് ചൊല്ലി വിളിക്കുന്ന 5 പേർ മാത്രമേ ആദ്യം സ്റ്റേജിലേക്ക് വന്ന് സാക്ഷ്യം പറയാവുള്ളൂ എന്ന്. ഇത് കേൾക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ വേദനയുടെ നടുവിലും ഞാൻ കാതോർത്തിരുന്നു. ഒരാളുടെ പേര് വിളിച്ചു, 2 പേരുടെ പേര് വിളിച്ചു. 3-ാമത് ഇതാ മോളി തോമസ് എന്ന യുവതിയുടെ ഇടത്തെ ചെവിക്ക് പുറകിലുള്ള നീരും വേദനയും കർത്താവ് തൊട്ടു സുഖമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടപ്പോൾ എനിക്ക് വിശ്വാസമായില്ല. അപ്പൊ എന്റെ അടുത്ത് എന്റെ കസിൻ സിസ്റ്റർ, മദർ തെരേസ മഠത്തിലെ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, മോളിയെയാണ് അച്ഛൻ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനല്ല, എന്നെ അല്ല, ഞാൻ ഇന്നാ വന്നത്, ഞാൻ പേരെഴുതി കൊടുത്തൊന്നുമില്ലല്ലോ. അന്ന് എനിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു,
അല്ല മോളി, അച്ഛന്റെ നാവിൻ തുമ്പിൽ ഈശോ മോളിയുടെ പേരെഴുതി വെച്ചു. അതാണ്. അത് കേട്ട മാത്രമേ ഞാനും ഓടി സ്റ്റേജിലേക്ക് സാക്ഷ്യം പറയാനായിട്ട്. 4ഉം 5ഉം പറഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ 3ാമത്തെ ആൾ ലാസ്റ്റിലാണ് സാക്ഷ്യം പറയാൻ പോയത്. അന്ന് കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ എന്നെ കർത്താവ് ഉപയോഗിച്ചു. ആ ഒരു വിളി, ആ ഒരു സ്വരം എന്റെ കാതിലും എന്റെ ഹൃദയത്തിലും ഇപ്പോഴും മുഴങ്ങിക്കേൾക്കുകയാണ്. വള്ളി പൊള്ളി വിടാതെ അതിനൊരു മാറ്റമില്ല, ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ആ 24 വർഷവും കർത്താവിന്റെ കരങ്ങളിൽ എനിക്ക് ജീവിക്കാൻ സാധിച്ചു. ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ സാധിച്ചു. നവീകരണ ജീവിതത്തിൽ വീഴുന്നതിന് മുമ്പേ എന്നെ താങ്ങും കർത്താവ്. ശക്തനായവൻ എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. 24 വർഷവും ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ, പ്രേക്ഷിത വേല ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിച്ചത് എന്റെ കുടുംബത്തോടു കൂടിയാണ്. മക്കളോടും ഭർത്താവിനോടും ഒപ്പമാണ് സുവിശേഷ വേല ഞങ്ങൾ ചെയ്യുന്നത്. എന്നെ ഈ ശുശ്രൂഷയിൽ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9:62 ഈ വചനമാണ് എന്നെ വഴി നടത്തുന്നത്. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ ഒരുവനും ദൈവരാജ്യത്തിന് യോഗ്യനല്ല. ഹല്ലേലൂയ. ഈ ഒരു വചനം എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കും. സ്വർഗത്തിലേക്കുള്ള വിളിയാണല്ലോ, അത് ഞാനായിട്ട് നഷ്ടപ്പെടുത്തി കളയരുതെന്ന്. അപ്പോഴെനിക്ക് തീഷ്ണതയും ആവേശവും ഒക്കെ വീണ്ടും ഉണ്ടാവും. ഈശോയ്ക്ക് വേണ്ടി തന്നെ ജീവിക്കണം എന്നുള്ള ബോധ്യത്തില് മുന്നോട്ട് പോകും. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും. അതാണ് കർത്താവ് പറഞ്ഞ, വിജ്ഞാനികളെ ലജ്ഞിപ്പിക്കുവാൻ പോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. അത്ര വലിയ കഴിവോ അറിവോ പ്രാപ്തിയോ ഒന്നും ഉണ്ടായിട്ടല്ല അന്ന് എന്നെ ഈശോ പേരിൽ വിളിച്ചു. ഈശോയ്ക്ക് എന്നെ വേണമായിരുന്നു. ഈശോയ്ക്ക് എന്നിലൂടെ അനേക കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. 24 വർഷത്തിനുള്ളിൽ എനിക്കത് മനസ്സിലായ കാര്യമാണ്. വിളിക്കുള്ളിലെ വിളി എന്ന് പറയുന്ന പോലെ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ സാധിച്ചു. അനേക ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ സാധിച്ചു. നമ്മൾ എന്താണ് ഈശോയെ കുറിച്ച് പറയേണ്ടത്? ഈശോ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 1:15 അവിടുന്ന് ഇങ്ങനെ പറയുകയാണ്, അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈശോ നമ്മളോട് പറഞ്ഞു തന്നതും ഏൽപ്പിച്ചു തന്നതും. ഈശോ പറഞ്ഞ അതേ കാര്യം നമ്മൾ പറഞ്ഞാൽ മതി. അനേകായിരങ്ങളിലേക്ക് ഈശോയുടെ ഈ വലിയ സന്ദേശം നമ്മൾ എത്തിക്കണം. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചു, അനുതപിക്കുക. അനുതാപത്തിന്റെ സുവിശേഷം നമ്മൾ അറിയിക്കണം. എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാകണം. എല്ലാവരും ഈശോ അറിയണം. അനേക ആത്മാക്കളെ രക്ഷിക്കണം. ഈ സുവിശേഷം ഇന്ന് നമ്മൾ പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള വിളി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ട്. കർത്താവിനെ അറിയാത്ത എത്ര മക്കളാണ് ഈ ലോകത്തിലുള്ളത്. അനുതാപത്തിലൊക്കെ ഓരോ മക്കളെയും വിളിക്കാനുള്ള ക്ഷണം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യോഗ്യതയല്ല. ദൈവം നമ്മളെ പ്രത്യേകം മാറ്റിവെച്ച് അഭിഷേകം ചെയ്ത് തിരഞ്ഞെടുത്ത് തിരുഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. മാർക്കോസിന്റെ സുവിശേഷത്തിൽ 12:24 നാം ഇങ്ങനെ കാണുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയത്തില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഈശോ വീണ്ടും ചോദിക്കുന്നുണ്ട്, പിതാവിനെ എന്നെ അവർ അറിയുന്നില്ല. ഈ അറിവില്ലായ്മയാണ് എല്ലാ തിന്മയ്ക്കും അടിസ്ഥാനം. ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈശോ ആരാന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവർ അന്ധകാരത്തിലാണ്. വിശുദ്ധ ലിഖിതത്തിന്റെ ശക്തി അവർക്ക് അറിയാൻ പറ്റുന്നില്ല. വചനത്തിന്റെ പൊരുള് തിരിച്ചറിയുന്നില്ല. അതനുസരിച്ച് ജീവിക്കുന്നില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവിടുന്ന് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അവിടുത്തെ ഒന്ന് സ്നേഹിച്ചാൽ, വിശ്വസിച്ചാൽ, അവിടുത്തെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അവിടുത്തെ മക്കളാണ്. അവിടുത്തെ രാജ്യത്തിന്റെ അവകാശികളാണ്. ഈ നിമിഷങ്ങളില് നമുക്കൊന്ന് ധ്യാനിക്കാം. റോമാക്കാരുടെ ലേഖനം 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റുപറയണം. യേശു കർത്താവാണെന്ന് ഈ അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയണം, വിശ്വസിക്കണം. അങ്ങനെ അധരം കൊണ്ട് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത അവനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം
4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. സമരിയാക്കാരി സ്ത്രീ, ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി. ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഒറ്റ നിമിഷം കൊണ്ട് അവൾ പ്രേക്ഷിതയായി. കർത്താവിന്റെ പ്രേക്ഷിത ദൗത്യം അവളെ ഏൽപ്പിച്ചു. കർത്താവ് ആ നട്ടുച്ച നേരത്തേക്ക് അവിടെ കാത്തിരുന്നത് ആ ആത്മാവിനെ രക്ഷിക്കാൻ മാത്രമല്ല, അവളിലൂടെ അനേക ആത്മാക്കളെ രക്ഷിക്കണമെന്ന് കർത്താവ് മനസ്സിൽ കരുതിയിരുന്നു. സദ്വാർത്ത ഇതാണ്. സൽവാർത്ത ഒരിക്കലും മൂടിവെക്കാൻ പറ്റുന്നില്ല. തനിക്ക് കിട്ടിയ അനുഭവം, അനുഗ്രഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കും. അപ്പോൾ അനേക മക്കള് കർത്താവിനെ അറിയും, വിശ്വസിക്കും. അവൾ പട്ടണത്തിലേക്ക് ഓടി. ഒരു പട്ടണത്തെ മുഴുവൻ അവൾ ഈശോയിലേക്ക് ചേർത്ത് വെച്ചു. അങ്ങനെ ഒരു സുവിശേഷ വേലയ്ക്കായിട്ട് ഇന്ന് നമ്മളെ ദൈവം നോക്കുന്നുണ്ട്, തേടി വരുന്നുണ്ട്. ഈശോ ഒന്ന് തൊടുക എന്ന് പറഞ്ഞാല് അവളെ ഈശോ ഒന്ന് തൊട്ടെങ്കിൽ അവരെ രക്ഷിച്ചു എന്നാണ് അതിനർത്ഥം. ഈശോയുടെ രക്ഷ നമുക്ക് ലഭിക്കാൻ ഇടവന്നു. അത് ഈശോയുമായിട്ട് നിത്യതയിൽ നമ്മൾ ഒന്നിച്ചു ചേരാനുള്ള ഒരു വിളിയാണ്. ഈ രക്ഷയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, മറ്റുള്ളവരെയും രക്ഷിക്കുക എന്നുള്ളത്. അപ്പസ്തോല പ്രവർത്തനം 4:20 നാം കാണുന്നു. അപ്പസ്തോല പ്രവർത്തനം 4:20 നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്: ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ എന്താണ് കണ്ടത്? യേശു ചെയ്ത കാര്യങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, ചെവി കൊണ്ട് കേട്ടു, ഹൃദയം കൊണ്ട് ഗ്രഹിച്ചു. ആ കാര്യങ്ങൾ ആരെല്ലാം തടസ്സം നിന്നാലും, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും പ്രഘോഷിക്കാതിരിക്കാൻ സാധ്യമല്ലെന്നാണ് അവർ പറഞ്ഞത്. പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്: സുവിശേഷം പ്രസംഗിക്കുന്നത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. കണ്ടോ, നമ്മുടെ കടമ നമ്മൾ തിരിച്ചറിയണം. പിതാവായ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ എന്തിനാണ്? ദൈവത്തിന്റെ പ്രവൃത്തിയിൽ പങ്കുകാരാകാനാണ്. ഈ ദൈവവചനം തന്നെ നമ്മൾ പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനം മുഴുവൻ കർത്താവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. കർത്താവിൽ വിശ്വസിക്കാൻ ഒരൊറ്റ സംഭവം മാത്രം മതി. ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ എന്റെ ഈശോയുടേതായി. പിന്നെ ഞാൻ പിന്തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ എത്രയോ മക്കളെ കർത്താവ് വിളിക്കുന്നു ദൈവരാജ്യത്തിനു വേണ്ടി. ഇനി എത്രയോ പേരെ കർത്താവ് മാറ്റിവെക്കാനിരിക്കുന്നു. 2 തിമോത്തി 4:2 നമ്മൾ ഇങ്ങനെ കാണുന്നു: വചനം പ്രസംഗിക്കുക, സാഹചര്യം അനുകൂലമാണേലും അല്ലേലും ജാഗ്രതയോടെ വർദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. സാഹചര്യം അനുകൂലമാണേലും അല്ലേലും വചനം പ്രസംഗിക്കാനാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ കൊറോണ കാലഘട്ടത്തില് സാഹചര്യം നമുക്ക് അനുകൂലമല്ല. ഒത്തിരിയധികം പ്രതികൂലമായ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. വചനവേദികളും ദേവാലയങ്ങളും എല്ലാം പൂട്ടപ്പെട്ടു. എന്നാൽ ഈ കാലഘട്ടത്തിലും ഈ സാഹചര്യത്തിലും കർത്താവിനെ പ്രഘോഷിക്കുവാനായിട്ട് ഡിവിന മിസരിക്കോർഡിയ എന്ന മിനിസ്ട്രിയിലൂടെ ദൈവം നമുക്ക് അവസരങ്ങൾ ധാരാളം ഒരുക്കി വെക്കുന്നു. ഇന്ന് ഈ നിമിഷം കൊച്ചു കേരളത്തിലെ ഈ കുഞ്ഞു ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ഈശോയെ പങ്കുവയ്ക്കുവാൻ അവസരം ഒരുക്കിയത് തന്നെ അനാദി മുതലേ കർത്താവിന്റെ പദ്ധതിയാണ്. കർത്താവ് ഈ അവസരം ഒരുക്കി വെച്ചിരുന്നു നമുക്കായിട്ട്. ഞാൻ ഇന്നിവിടെ ഈശോയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ അതിർത്തികൾ വരെ, കാലിഫോർണിയയിലും USA-യിലും UK-യിലും ജർമ്മനിയിലും ഇറ്റലിയിലും എല്ലാം ഇരുന്നുകൊണ്ട് ഒരേ സമയം ഈ വചനം അവരുടെ കാതുകളിൽ എത്തുന്നുണ്ട്, അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ട്. ഇത് കർത്താവിന്റെ ഒരു തിരഹിതമാണ്. അതിനുവേണ്ടി നമ്മളെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും കർത്താവ് അനാദി കാലം മുതലേ കരുതി വെച്ചിരുന്നു. ഇങ്ങനൊരു മീഡിയ, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകണമെന്ന് കർത്താവ് തിരുമനസ്സാക്കിയിരുന്നു. അത് സമയത്തിന്റെ തികയിൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നു. ഈ ഒരു മിനിസ്ട്രിയിലൂടെ വാനോളം കർത്താവിനെ പുകഴ്ത്താൻ നമുക്ക് അവസരം ലഭിക്കുന്നുണ്ട്. റോമാക്കാരുടെ ലേഖനം 10:17 നാം കാണുന്നുണ്ട്: ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും
കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചില്ലെങ്കിൽ ആര് കേൾക്കും? ആര് വിശ്വസിക്കും? പറഞ്ഞെങ്കിൽ മാത്രമല്ലേ ഒരാൾക്ക് ഒരാളെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. എന്റെ ഒരു സ്നേഹിതനെ കുറിച്ച് എനിക്ക് സ്നേഹിതനെ ഇഷ്ടമാണ്, അത് നല്ലതാണ്, ആ സ്നേഹം മാത്രമാണ്, ഒത്തിരി സഹായിയാണ്. നമ്മളെ ഏത് സമയത്തും രക്ഷിക്കുമെന്ന് പറയണമെങ്കിൽ ആ സ്നേഹിതനെ ഞാൻ അറിയണം. അറിഞ്ഞാൽ മാത്രമല്ല ആ സ്നേഹിതനെ ഞാൻ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അത് വിശ്വാസമാവുകയുള്ളൂ, അദ്ദേഹത്തെ അത് ഉൾക്കൊള്ളുകയുള്ളൂ. അതാണ് കർത്താവിന്റെ സ്നേഹം. നമുക്ക് അടക്കി വെക്കാൻ സാധ്യമല്ല. കർത്താവിന്റെ സ്നേഹം നമ്മൾ കാണിച്ചു കൊടുക്കും, പ്രഘോഷിക്കും. അപ്പോൾ അതുവഴി അനേകര് യേശുക്രിസ്തുവിൽ വിശ്വസിക്കും. ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ കരുണയെ നമുക്കൊന്ന് ധ്യാനിക്കാം. സുവിശേഷം മുഴുവൻ കർത്താവിന്റെ കരുണയുടെ മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരുണ്യവനായ കർത്താവ് കരുണയുള്ളവനാണെന്നും പാപിയെ സ്നേഹിക്കുന്നവനാണെന്നും പാപിയെ രക്ഷയിലേക്ക് നയിക്കാൻ വന്നവനാണെന്നും പാപിക്ക് ആയിട്ട് ഒരുക്കി വെച്ചതാണ് അവിടുത്തെ കരുണയെന്നുമൊക്കെ നമ്മൾ പറയണം. ലൂക്കായുടെ സുവിശേഷം 6:36 വ്യക്തമാകുന്നു, പിതാവ് കരുണയുള്ളവനാകുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഒരാത്മാവും നശിച്ചു പോകരുത്. അത് വ്യക്തമാക്കി പറയുന്നുണ്ട്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്നായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 5:19-20 നാം ഒരു വചനം കാണുന്നുണ്ട്. ആ വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം. എന്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു, തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു വചനത്തിലൂടെ 2 ആത്മാക്കളെ ഒരേ സമയം രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മളൊരു പാപിയാണെന്ന് നമ്മുടെ സമൂഹത്തിലോ സഹോദരങ്ങളുടെ ഇടയിലോ നമുക്കൊരു വ്യക്തി തിരിച്ചറിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരിക്കാൻ പാടില്ല. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഒരു കടമയുണ്ട്, ആ ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ളത്. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യമാണ്. അത് മറന്നുപോകാൻ പാടില്ല. ഒരിക്കല് ഡൽഹിയിൽ വെച്ചിട്ട് ഡൊമിനിക്ക ചർച്ച് ദേവാലയത്തിന്റെ മുമ്പിൽ ഒരു സഹോദരി എന്നെ കാണാൻ വന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ്. ഒത്തിരി വേദനകളും സങ്കടങ്ങളും ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഫോൺ നമ്പർ മേടിച്ചു. ഞാൻ പിറ്റേന്ന് ആ മകൾക്ക് ഫോൺ ചെയ്തു. 1 മാസം മുഴുവൻ കാര്യങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ വേദന മനസ്സിലാവുകയും ഒക്കെ ചെയ്തു. ഈശോയോട് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടുന്ന് ഒരു വചനം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് മുമ്പേ ഞാൻ ഗലീലയിൽ ഉണ്ടാകുമെന്ന്. ആ ഒരു വാഗ്ദാനം, ആ ഒരു വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ എന്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞങ്ങൾക്ക് മുമ്പേ നീ ആ ഭവനത്തിൽ ഉണ്ടാകണം. പിന്നെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങളുടെ കൂടെ വരണമേ. ഈ ഒരു പ്രാർത്ഥനയായിരുന്നു 1 മാസം മുഴുവൻ. പ്രാർത്ഥിച്ചൊരുങ്ങി അവരെ ഒരുക്കി കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ഈശോയുടെ നാമത്തില് ഹോളി വാട്ടർ എടുത്തിരുന്നു. ഈശോയുടെ രൂപവും കരുതിയിരുന്നു. 20 വർഷം മുമ്പ് അന്യജാതിയിൽപ്പെട്ട ഒരു മകനെ വിവാഹം കഴിച്ച് അവർ ജീവിതം നയിക്കുകയായിരുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രായപൂർത്തിയായ 2 മക്കളുമുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അവർക്ക് ഏറെ അനുതാപം ഉണ്ടാകുകയും അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവരുടെ ജീവിതത്തിലെ ഈശോയെ അവർക്ക് തിരിച്ചു വേണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ അവർ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു ആവശ്യത്തിനു വേണ്ടിയാണ് ഞങ്ങൾ അവിടെ പോയതും പ്രാർത്ഥിച്ചതും. എല്ലാ റൂമിലും ഹോളി വാട്ടർ തളിച്ചു, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു, രൂപം വെച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തെ അവരുടെ ഭർത്താവ് വന്നു, മക്കള് വന്നു, അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോരാൻ നേരത്ത് ആ സഹോദരിയെ മാറ്റി നിർത്തി ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രിയില് ഭർത്താവിനോട് സംസാരിക്കണം, നമ്മുടെ ആവശ്യം പറയണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല, എനിക്ക് പേടിയാണ്, എനിക്കത് പറയാൻ സാധിക്കത്തില്ല എന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ഈ കാര്യം പിന്നെ സാധിച്ചു കിട്ടാനും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഇത് പറയണം. പറയാൻ പറ്റും. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ പ്രാർത്ഥിച്ചത്. അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിനും കൂടിയാണല്ലോ നമ്മൾ പ്രാർത്ഥിച്ചത്. അത് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങള് പിറ്റേന്ന് ഒരു 10 മണിയായപ്പോ എനിക്കൊരു ഫോൺ കോൾ വന്നു. ആ സഹോദരി പറയുകയാണ്, ഇന്നലെ രാത്രി എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതേ അദ്ദേഹം കേട്ടു, സമ്മതിച്ചു. എനിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം പറയുകയാണ്, നിന്റെ ദൈവത്തെ നിന്നിൽ നിന്ന് അകറ്റി വെക്കുവാൻ എനിക്ക് എന്ത് അവകാശം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ സഹോദരി പറഞ്ഞതേ ഞങ്ങൾ അവരെയും കൊണ്ട് ജീവൻ ജ്യോതി ആശ്രമത്തില് ധ്യാനമന്ദിരത്തിൽ പോവുകയും കുടുംബത്തോട് മുഴുവൻ കൌൺസിലിംഗ് ചെയ്യുകയും സഹോദരിയെ കൺഫെഷനായിട്ട് ഒരുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ജോർജ് കാരാമലി അച്ഛൻ അവരെ ഒരുക്കിയെടുത്തു. വീണ്ടും ക്രിസ്മസ് കഴിഞ്ഞപ്പോഴേ വികാരി അച്ഛനോട് പറഞ്ഞു, അവർക്കൊരു വിവാഹ ജീവിതം ആവശ്യമാണ്. വിവാഹം നടത്തി കൊടുക്കാൻ പറ്റുമോ ദേവാലയത്തിൽ വെച്ച്? കാരണം ഈശോയെ നഷ്ടപ്പെടുത്തി 20 വർഷം. ഈശോയെ ഇനി തിരിച്ചു കിട്ടണമെങ്കിൽ, സ്വന്തം ജീവിതത്തിൽ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കണമെങ്കിൽ വിവാഹം എന്ന കൂതാശയിലൂടെ ഇനി സാധിക്കുകയുള്ളൂ. അവർക്ക് വേണ്ടി വികാരിയച്ഛനോട് സംസാരിച്ചു. വികാരിയച്ഛൻ സമ്മതിച്ചു. അങ്ങനെ സീറോ മലബാർ ക്രമപ്രകാരം ദേവാലയത്തിൽ ആൾത്താരുടെ മുമ്പിൽ വെച്ച് അവർ വിവാഹിതരായി. വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അതിന് സാക്ഷികളാകാൻ സാധിച്ചു. അവരതിനുശേഷം എന്നും പള്ളിയിൽ വരും. പള്ളിയിൽ അവരെ എന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴേ എന്റെ മനസ്സിൽ ഈശോയോട് നന്ദി പറയും. ഈശോയെ, ഒരാത്മാവിനെ നേടാൻ നീ എന്നെ സഹായിച്ചല്ലോ, നന്ദിയുണ്ട് ഈശോയെ. അത് പറഞ്ഞ് കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരുടെ ഒരു വലിയ സന്തോഷം കാണണം. അവർക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവരുടെ മുഖത്തെ ഒരു തെളിച്ചം, പ്രസാദം വലുതാണ്. അവര് പറയും, നിങ്ങളെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ ഇങ്ങനെ ഓരോ ആത്മാക്കൾക്കും വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുകയാണ്. ഈശോയുടെ മക്കളായ നമ്മൾ വേണം അത് തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാൻ. 2 ആത്മാവ് അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാ പറയുന്നത്, എന്റെ കുടുംബത്തിന് വേണ്ടി. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യം കർത്താവ് കാണുന്നു. ഞങ്ങളുടെ ആത്മാവിനെ കർത്താവ് ഒരുക്കിയെടുക്കുന്നു വീണ്ടും വീണ്ടും. ഒരാളുടെ പ്രാർത്ഥന കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. 2 ആത്മാക്കളെ ഒരേപോലെ നേടാൻ പറ്റിയ വലിയൊരു വചനമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ 5:19-20. ഇത് വളരെയധികം ശ്രദ്ധിച്ച് ധ്യാനിക്കുകയും വായിക്കുകയും ഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം. മറ്റൊരു വചനം നാം കാണുന്നത്, അത് നമ്മുടെ വലിയൊരു ശുശ്രൂഷ ദൗത്യമായിട്ടാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. യെസക്കേയുടെ പുസ്തകത്തില് 33:7-8 തിരുവചനം. അത് വ്യക്തമാകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ തിരുവചനം എല്ലാവരും വായിക്കുക. ഈ കാലഘട്ടത്തില് നമ്മളെ തന്നെ രക്ഷിക്കുക, മറ്റുള്ളവരെ രക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ പുണ്യപ്രവൃത്തിയാണ്. അതിന് വലിയ പ്രതിഫലമാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ജനത്തിന്റെ കാവൽക്കാരനായി നിന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ കാവൽക്കാരായി നിയോഗിച്ചിരിക്കുന്നു പറയുമ്പോൾ നമ്മളെ ഇന്ന് ഒരു വലിയ കാര്യം ഏൽപ്പിച്ചിട്ടില്ലേ? മറ്റൊരാളുടെ ആത്മാവിന്റെ സുരക്ഷിതത്വം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പണ്ടൊരിക്കൽ നമ്മളൊന്ന് കേട്ടു, നിന്റെ സഹോദരൻ എവിടെ? അത് ഇന്നും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കുക, നിന്റെ സഹോദരൻ എവിടെ? അന്നത്തെ മറുപടി നമുക്കറിയാം, എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ അങ്ങനെ പറയരുത്. അതെ, സഹോദരന്റെ കാവൽക്കാരനായ ദൈവം ഇന്ന് എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് പറയുന്നുണ്ട്, എന്റെ നാവിൽ നിന്നും വരുന്ന വചനം അത് നീ കേൾക്കുമ്പോൾ അവന് താക്കീത് കൊടുക്കണം. വിശദമായി പറയാൻ സമയമില്ല, അത് വായിച്ച് ധ്യാനിക്കുക. ഞാൻ പറയുന്ന വചനം അവനോട് പോയി പറയണം, താക്കീത് കൊടുക്കണം. നിന്റെ ദുഷ്ടപ്രവൃത്തിയിൽ നീ മരിക്കും എന്ന് നീ പറയണം. നീ പറഞ്ഞില്ല എങ്കിൽ അവൻ ആ പ്രവൃത്തിയിൽ തന്നെ മരിക്കും, അവന്റെ പാപത്തിൽ തന്നെ മരിക്കും. പക്ഷേ നീ അവന്റെ രക്തത്തിന് കണക്ക് ചോദിക്കും ഞാൻ നിന്നോട്. കണ്ടോ, മറ്റുള്ളവരുടെ ആത്മാവിനെ രക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥയല്ല, കണ്ണും പൂട്ടി ഇരിക്കുകയാണ്. ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എങ്കിൽ എന്നോട് കണക്ക് ചോദിക്കുന്ന, അവന്റെ രക്തത്തിന് എന്നോട് കണക്ക് ചോദിക്കുന്ന കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ വെക്കാൻ സാധിക്കും? വീണ്ടും പറയാണ്, ദുഷ്ടനോട് എന്റെ താക്കീത് നീ പോയി പറയുകയും അവനത് കേൾക്കാതിരിക്കുകയും വീണ്ടും പാപത്തിൽ തന്നെ വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും.
നമ്മൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കർത്താവ് ചെയ്തോളും. അവൻ അനുദപിക്കുകയോ അനുദപിക്കാതിരിക്കട്ടോ, അതെന്തോ ആട്ടെ, പക്ഷെ നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞില്ല എങ്കിൽ എന്റെ ജീവനും പോവും, അവന്റെ ജീവനും പോവും. ഈ ഒരു പ്രേക്ഷിത ദൗത്യം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളായ നമ്മള് ദൈവത്തിന്റെ മക്കളെ, മറ്റുള്ളവരെ നമ്മുടെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള വലിയ ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ അനേക പ്രവാചകരെ ദൈവം പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ഒത്തിരി അധികം പേര് തടസ്സങ്ങളും പറഞ്ഞിട്ടുണ്ട്. എത്ര തടസ്സം പറഞ്ഞാലും കർത്താവിന്റെ ഉദ്ദേശം അവരിലൂടെ തന്നെ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ജെറമ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടത്. ജെറമ്യ 1:4, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം തന്നതിന് മുമ്പ് നിന്നെ ഞാൻ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു. ഹല്ലേലൂയ. ജനതകൾക്ക് പ്രവാചകനായി ഈശോ ജെറമ്യയെ നിയോഗിച്ചു. എന്നിട്ട് ജെറമ്യ എന്താ പറഞ്ഞത്? ജെറമ്യ പറയാ, ഞാൻ ബാലനാണ്, എനിക്ക് സംസാര പാഠവുമില്ല. ഉണ്ടോ? സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുന്നില്ല, കുറവുകളാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോ കർത്താവ് പറയുന്നുണ്ട്, ജെറമ്യയുടെ പുസ്തകം 1:9 പറയുന്നുണ്ട്, നീ ബാലനാണെന്ന് പറയരുത്, എന്റെ വചനം നിന്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്താൽ അതിന് വേണ്ടുന്നതായ കൃപകളും കൊടുക്കുമെന്ന് പറയുന്നത്. ജെറമ്യയെ എന്തിനാണ് തെരഞ്ഞെടുത്തത്? പിഴുതെറിയാന്, ഇടിച്ചു തകർക്കാന്, നശിപ്പിക്കാന്, തകിടമറിക്കാന്, നട്ടുവളർത്താനും അതുപോലെ പണിതുയർത്താനും ജെറമ്യയെ കർത്താവ് വിളിച്ചതാണ്. ആ ദേശത്ത് അല്ലെങ്കിൽ ആ രാജ്യത്ത്, ആ ജനങ്ങളുടെ ഇടയില് ദൈവമായ കർത്താവ് ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിഴുതു മാറ്റണം. ദൈവം ആഗ്രഹിക്കുന്നത് അവരിലേക്ക് ഇട്ടുകൊടുക്കണം, നട്ടുപിടിപ്പിക്കണം. അതിനു വേണ്ടിയാണ് ജെറമ്യയെ കർത്താവ് വിളിച്ചത്. ജെറമ്യയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. പിതാവായ ദൈവത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കാൻ കഴിയും, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ സാധിക്കും. ജെറമ്യയുടെ പുസ്തകം 3:19 കർത്താവായ ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹവും ഒരു പ്രതീക്ഷയും കർത്താവിന്റെ ഒരു കരുതലും സ്നേഹവും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ടച്ചിങ് ആയത് ഇതാണ്, എന്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാമെന്നും സകല ജനതകളിലും വെച്ച് ചേതോഹരമായ അവകാശം നിനക്ക് നൽകാമെന്നും ഞാൻ എത്രയോ ആഗ്രഹിച്ചു. എന്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എന്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. സഹോദരങ്ങളെ, പിതാവായ ദൈവത്തിന്റെ പ്രതീക്ഷ എത്ര വലുതാണ്. ആ പിതാവിന്റെ മാർഗമാണ് നമ്മൾ ഉപേക്ഷിച്ചത്. സ്വർഗസ്നായ പിതാവേ എന്ന് വിളിക്കാനുള്ള മനോഭാവം പോലും നമുക്കില്ല, നമ്മൾ നഷ്ടമാക്കി. അതിനെ ഓർത്ത് അവിടുത്തെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. വേദനയോടെ ഇരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് പറയുകയാണ്, സകല ജനത്തിലും വെച്ച് ചേതോഹരമായ അവകാശം തരാമെന്ന് ഞാൻ എത്രയോ ആഗ്രഹിച്ചതാ, എന്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാമെന്ന് വിചാരിച്ചതാ. കർത്താവിന്റെ ആഗ്രഹത്തിനൊത്ത് നമ്മൾ വളർന്നില്ല, കർത്താവിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ഉയർന്നില്ല. അപ്പോൾ തമ്പുരാന്റെ വേദന വരച്ചു കാട്ടുകയാണ് ജെറമ്യ പ്രവാചകനിലൂടെ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള കരുതല് കാണിച്ചു തരികയാണ്. അതുപോലെ ഓരോ പ്രവാചകനിലൂടെ ഇതുപോലെ പല 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 കർത്താവിന്റെ മനസ്സറിയാനായിട്ട് ഒരുക്കി അയക്കുന്നുണ്ട്. കർത്താവിന്റെ മനസ്സറിയണം, നമ്മള് അവിടുത്തെ വേദന അറിയണം, നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ കരുതൽ അറിയണം, അവിടുത്തെ സ്നേഹമൊന്ന് നമ്മൾ തിരിച്ചറിയണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ ഒരു പ്രവാചകനെ നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവിടുത്തെ പാത നേരെയാക്കുവിൻ. ഈശോയുടെ മുന്നോടിയായിട്ട് വന്ന സ്നാപക യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. ആ പ്രവാചകൻ വന്ന് എന്താ പറഞ്ഞത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:29 നാം കാണുന്നു, ഇതാ ലോകത്തിന്റെ പാവങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്ക് വെളിപ്പെടുത്തി തരിക വലിയൊരു സത്യം, ഈശോ ആരാണെന്ന്. ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
അപ്പോൾ ലോകത്തെ രക്ഷിക്കാൻ വന്ന യേശുക്രിസ്തുവിനെ അറിയാതെ പോയാലോ, മനസ്സിലാകാതെയും വിശ്വസിക്കാതെയും പോയാലോ നമുക്കല്ലേ നഷ്ടം? നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം അവിടുത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയില്ലേ? പാവിയെ തേടി വന്നവൻ, പാവികളെ സ്നേഹിക്കുന്നവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ആ സ്നാപക യോഹന്നാന്റെ സ്ഥാനത്ത്, പത്രോസ്ലിഹായുടെയും പൗലോസ്ലിഹായുടെയും സ്ഥാനത്ത് ഇന്ന് നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വരമായി മാറാൻ, കൈകളായി കാലുകളായി മാറുവാൻ. റോമാക്കാരുടെ ലേഖനത്തില് 10:15 നാം ഇങ്ങനെ കാണുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. ഹല്ലേലൂയ. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ 10:20 നാം കാണുന്നു, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് സന്തോഷിക്കുമേ. കർത്താവ് ഏൽപ്പിച്ചു വിട്ട ശിഷ്യഗണം 72 പേരും കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അത്ഭുതകരമായി ചെയ്യാൻ അവർക്ക് സാധിച്ചു. അവരിലൂടെ കർത്താവ് പ്രവർത്തിച്ചു. ആ വലിയ ആത്മസന്തോഷത്തോടെ തിരിച്ചു വന്ന് കർത്താവിനോട് പറയുമ്പോഴാണ് പറയുന്നത്, ഇതിനേക്കാളെല്ലാം വലുതാ, ഇതൊന്നും ഒന്നുമല്ല, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിലുണ്ടെന്നുള്ളതാണ് വലിയ കാര്യം. ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് സ്വർഗത്തിൽ നമ്മൾ വന്നതുപോലെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണം. അതിനുവേണ്ടി ഇവിടെ പുണ്യപ്രവർത്തികൾ ചെയ്യണം, നന്മ ചെയ്യണം. നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കുക മാത്രമല്ല, മറ്റനേക ആത്മാക്കളെ രക്ഷിക്കണം. അതിന് കർത്താവ് നമ്മളെ ഉപയോഗിച്ചിരിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിച്ചുകൊണ്ടാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ കാണുന്നുണ്ട് 28:20, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ഹല്ലേലൂയ. യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മളെ പേര് ചൊല്ലി വിളിച്ചപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. മാറി നിൽക്കുന്നവനോ മാറി നടക്കുന്നവനോ അല്ല. ഒന്നും അറിയാതെ കണ്ണും പൂട്ടി ഇരിക്കത്തില്ല. നമുക്ക് എത്രമാത്രമേ കഴിവുള്ളെന്ന് ദൈവത്തിന് അറിയാം. അവനാണ് നമ്മുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നത്. അവസാനം വരെ ഉണ്ടാവും എന്ന് പറയുന്നു. ലോകം മുഴുവൻ പോയി എല്ലാവരെയും ശിക്ഷപ്പെടുത്തണം. ആ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് തുറന്നു കൊടുക്കാം പരിശുദ്ധാത്മാവിന്. ഈശോയുടെ വലിയ കൽപ്പന ഹൃദയത്തിൽ സ്വീകരിക്കാം. യുഗാന്തം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ഈശോയുടെ വാഗ്ദാനം നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ഇറങ്ങിത്തിരിക്കാം. ഇന്നല്ലെങ്കിൽ എപ്പോഴും. നമ്മളല്ലെങ്കിൽ ആര് പോകും? നമ്മളെ അല്ലെങ്കിൽ ആരയക്കും കർത്താവ്? ഇതാണ് സ്വീകാര്യമായ സമയം. ഇപ്പോൾ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലൊരു തീരുമാനം എടുക്കുക. എന്റെ ഈശോയെ എനിക്ക് സ്നേഹിക്കണം. ആ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. അവൻ കാരുണ്യവനാണെന്നും ക്ഷമാനിധിയാണെന്നും പാവങ്ങൾ മോചിക്കാൻ വന്നവനാണെന്നും ആ രക്ഷകനായ കർത്താവ് ഇന്നും ജീവിക്കുന്നുവെന്നും നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. ഇത് നമ്മുടെ ഏറ്റവും വലിയ കടമയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. പ്രവൃത്തി പദങ്ങളിലേക്ക് ഇറങ്ങി വരിക. നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തോളും. എപ്പോഴ് ആരോട് എങ്ങനെ എവിടെ വെച്ച് ഈശോയെ കാണിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണമെന്ന്. കാരണം പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഒരു ചെറുവിരൽ പോലും ഈശോയുടെ സ്നേഹത്തെ പ്രതി ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഏറ്റെടുക്കുന്നതും നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളിൽ പ്രവർത്തിക്കാനുള്ള അധികാരമുള്ളൂ. നമ്മുടെ മാനുഷിക ശക്തിയിൽ ഒന്നും നമുക്ക് സാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം 12:12 പറയുന്നുണ്ട്, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. കണ്ടോ, ആ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് നമുക്ക് ദൈവശുശ്രൂഷയ്ക്കായി ഇറങ്ങാം. പ്രേക്ഷിതരുടെ രാജ്ഞിയായ പരിശുദ്ധമേ അമ്മയെ നമുക്ക് സ്നേഹത്തോടെ വിളിക്കാം. അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ തിരുഹിതം പോലെ എന്നെ മാറ്റണമേ. അവിടുത്തെ പദ്ധതി അനുസരിച്ച് അനേകായിരം ആത്മാക്കളെ നേടുവാൻ എന്നെയും മറ്റുള്ളവരെയും നീ പേര് ചൊല്ലി വിളിച്ച് മാറ്റിവെക്കണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഈ വചനങ്ങള് ഒക്കെ ധ്യാനിക്കുമ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോഴും അതിനു മുമ്പേ ഞാൻ ഒരു സഹോദരനുമായിട്ട് കാര്യങ്ങളൊക്കെ പങ്കുവെച്ചിരുന്നു. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, പ്രേക്ഷിത മാസത്തില് പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് പങ്കുവെക്കാമോ? അപ്പോൾ ഞാൻ യെസ് പറഞ്ഞു, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഈശോയ്ക്ക് ഇത് ഇഷ്ടമാണോ? ഈശോയോട് ഒന്ന് ആലോചന ചോദിക്കാം. ഈശോ പറയുകയാണെങ്കിൽ ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് ഞാൻ ആദ്യം തന്നെ ബൈബിള് തുറന്നു.
ബൈബിള് തുറന്ന് കിട്ടിയത് എനിക്ക് ഈ വചനമാണ്. പ്രഭാഷകൻ 51:22. കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിലും വലിയൊരു വചനം എനിക്ക് ലഭിക്കാനുണ്ടോ? ആ സഹോദരനിലൂടെ കർത്താവാണ് സംസാരിച്ചത്. ഈ ഒരു നിയോഗത്തിനായിട്ട് എന്നെ മാറ്റിവെച്ചത്. അതെനിക്ക് ഈശോയായിട്ട് ആലോചിച്ച് ഉറപ്പിക്കണമായിരുന്നു. വചനം തുറന്നപ്പോഴേ വചനത്തിലൂടെ കർത്താവ് അത് സംസാരിച്ചു. ഈ വചനം കിട്ടിയപ്പോൾ എനിക്ക് തീക്ഷ്ണതയായി, ആവേശമായി, അഭിഷേകം കൊണ്ട് നിറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങളോട് ഈശോയെക്കുറിച്ച് പറയാൻ. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവവും എന്നെ സഹായിച്ചതിനെ ഓർത്ത്, പരിശുദ്ധ അമ്മ കൂടെ നിന്ന് വചനം പകർന്നു തന്നതിനെ ഓർത്ത് ഞാൻ തമ്പുരാന് നന്ദി പറയുന്നു. എല്ലാവരെയും, ഈ വചനം കേട്ട എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ ശുശ്രൂഷയിലാകുവാനായിട്ട് ഈ പ്രേക്ഷിത മാസത്തില് അല്ലെങ്കിൽ പ്രേക്ഷിത ദിനത്തില് എല്ലാവരെയും പ്രേക്ഷിതരായി തെരഞ്ഞെടുക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമീൻ.